ഇനി ഒരു ഗ്ലാസ്സിൽ നിറയെ ശുദ്ധവെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക, നിറച്ചിലും ശുദ്ധവെള്ളമുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് ഒരു തുള്ളി വിഷം ഉറ്റിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായും അതിന്റെ അകത്തുള്ള ശുദ്ധവെള്ളം പുറത്തേക്ക് പോകും. അതന്നെയാണ് ദീനിന്റെ കാര്യത്തിൽ പുതിയത് കടത്തിക്കൊണ്ടുവരുമ്പോൾ സംഭവിക്കുക. ഈ ദീന് പൂർണ്ണമാണ്. ഇനി ഒന്നിനും ഇടമില്ലാത്ത വിധം ഇത് പൂർണ്ണമാണ്. ഖുർആനിലെയും ഹദീസുകളിലൂടെയും ഈ ദീന് പരിപൂർണമായി അള്ളാഹു നമുക്ക് തന്നു. ഇനി ഇതിലേക്ക് നമ്മൾ പുതുതായി ഫിറ്റിംഗ്സ് നടത്തിയാൽ അതിന്റെ അകത്തുള്ളത് പുറത്തു പോകും. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ വിദഅത്തുകൾ കൂട്ടിക്കൊണ്ടുവരാണ്, അനാചാരങ്ങൾ കൂട്ടിക്കൊണ്ടുവരാണ്. ഏത് രംഗത്തും, പ്രസവിച്ചാലും പ്രസവിച്ചില്ലെങ്കിലും, ഗൾഫിൽ പോയാലും ഇല്ലെങ്കിലും, മരിച്ചാലും ഇല്ലെങ്കിലും, എവിടെയെല്ലാം എന്തെല്ലാം ആചാരങ്ങൾ നടക്കാനുണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അനാചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേക്കൂത്താണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. പല മരണ വീടുകളിലും പോയിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്തൊക്കെ കോപ്രായങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചു പോകുന്ന തരത്തിലുള്ള എന്താ നമ്മുടെ നാട്ടിൽ മരിച്ചാൽ ആദ്യം ചെയ്യുക? എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ ഒരു വിഭാഗം ആളുകൾ വല്ലാതെ ഹാലിളകി മുന്നോട്ട് വന്നു ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഖുർആൻ യഥാർത്ഥത്തിൽ വായിക്കുകയാണെങ്കിൽ ഇവിടെ പല അത്ഭുതങ്ങളും നടക്കും, പല കാര്യങ്ങളും ഇല്ലാണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നാട്ടിലൊരു യാഥാസ്ഥിക കുടുംബത്തിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് ചെയ്യുക? അവിടെ തൊട്ടടുത്തുള്ള ദർസ് നടക്കുന്നിടത്തേക്ക് ഓടിപ്പോവും. എന്നിട്ട് അവിടെ മുദരിസിനെ കണ്ടിട്ട് ദർസിലെ ഉസ്താദോട് പറഞ്ഞിട്ട് ഒരു 10-15 കുട്ടികൾ അല്ലെങ്കിൽ 20 കുട്ടികൾ, നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ മുഴുവൻ ദർസിലെ കുട്ടികളെയും അങ്ങോട്ട് പറഞ്ഞേക്കാൻ പറയും ഇവിടെ വീട്ടിലേക്ക്. എന്നിട്ട് എന്താ പരിപാടി? ആ മയ്യത്തിന് ചുറ്റിലും ഇരുന്നിട്ട് യാസീൻ ഓതുക. എന്താണ് യാസീൻ ഓതുന്നത്? ലിയുൻദിറ മൻ കാന ഹയ്യ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ആ മയ്യത്തിന്റെ അടുത്തിരുന്നിട്ട് ഓതുകയാൻ. ഈ ഖുർആൻ എന്തിനുള്ളതാണ്? ലിയുൻദിറ മൻ കാന ഹയ്യ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളതാണ് ഈ പരിശുദ്ധ ഖുർആൻ. ആരോടാണ് ഓതുന്നത്? ആരുടെ മുന്നിലാണ് ഓതുന്നത്? മയ്യത്തിന്റെ മുന്നിൽ. അദ്ദേഹത്തിന്റെ വിധി അവിടെ നിർണയിക്കപ്പെട്ടു. അദ്ദേഹം നരകവാസിയാണോ സ്വർഗവാസിയാണോ എന്ന് തീരുമാനിക്കപ്പെട്ടു. അവിടെ അദ്ദേഹത്തിന് യാസീൻ ഓതി കൊടുത്തിട്ടോ അദ്ദേഹം യാസീൻ കേട്ടോ ഒരു കാര്യമില്ല, കേൾക്കൂല്ല. അവിടെ പോയിട്ട് ഓതേണ്ട സമയത്ത് ഓതൂല, പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കൂല. എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ യാസീൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വല്ലാത്തൊരു വീക്ക്നെസ് ആണ്. ചില നാടുകളിലൊക്കെ കാണാം യാസീന് ഓതിയിട്ട് ഇങ്ങനെ കെട്ടിടുക. ഒരു യാസീൻ ഓതിയിട്ട് ഒരു കെട്ട്, 2 യാസീൻ ഓതിയിട്ട് 2 കെട്ട്, അങ്ങനെ ഇങ്ങനെ കുറെ കയറുകൾ ഉണ്ടാവും. ചെറിയ നൂലുണ്ടല്ലോ, കുറെ നൂലുകൾ ഉണ്ടാവും. ഒരു നൂലിൽ 2 കെട്ടുണ്ടാവും, മറ്റേ നൂലിൽ 3 കെട്ടുണ്ടാവും, 10 കെട്ടുള്ള നൂലുകളുണ്ട്, 100 കെട്ടുള്ള നൂലുകളുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു കെട്ടിന് 50 റുപ്യാണ്. ഒരു കെട്ടിന് എത്രയാണ്? 50 റുപ്യാണ്. ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു യാസീനാണ്. അപ്പൊ നിങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ട്, ഖുർആൻ ഓതാനൊന്നും സമയമില്ല, നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ട, ഒരു പ്രയാസം വേണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വൈകുന്നേരം ആകുമ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് എത്ര യാസീൻ വേണം? 2 യാസീനാണെങ്കിൽ 100 റുപ്യ കൊടുത്തിട്ട് 2 കെട്ടുള്ള നൂല് വാങ്ങിക്കുക. എന്നാ നിങ്ങൾക്ക് 2 യാസീൻ കിട്ടി. ഇനി 3 യാസീൻ, 100 യാസീൻ നിങ്ങൾക്ക് വേണോ? 100 കെട്ടുള്ള നൂലുണ്ട്, 500 റുപ്യ കൊടുത്താൽ 5000 റുപ്യ കൊടുത്താൽ അതും നിങ്ങൾക്ക് കിട്ടും. ഇതാണ് അവസ്ഥ. യാസീനെ കൊണ്ടുള്ള കളിയാണ് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം ശരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് യാസീനോതിൽ തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങാൻ. ഇവിടെ ഈ യാസീൻ ഓതി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കണ്ടേ പൈസ ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. പൈസ ഇല്ലാത്ത നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അവരാണ് നിർമാർഗം പ്രാപിച്ച ആളുകൾ. പണത്തിന് വേണ്ടി ഖുർആൻ ഓതുന്നവരല്ല, പണത്തിന് വേണ്ടി പ്രഭാഷണം നടത്തുന്നവരല്ല, അവർ വഴിപിഴച്ചവരാണ്, അവർ വലാലത്തിലായവരാണ്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ അവസാനം ചെന്നെത്തുക നരകത്തിലേക്കുമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റ. നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെ നിങ്ങൾ പിൻപറ്റുക. പ്രതിഫലം ചോദിക്കാതെ, പ്രതിഫലം കൊടുക്കാതെ ഒരു യാസീനോദം വിളിച്ചു നോക്ക്. പിന്നെ ആ ഏരിയയിൽ മഹലിൽ മരണം ഉണ്ടായാൽ യാസീനോത്ത് നടക്കൂല, ഉറപ്പാണത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ പ്രിയപ്പെട്ടവർ. വേറെ ബിദ്അത്തിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയോ? ബിദ്അത്ത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു പുത്തൻ ആചാരം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പുത്തൻ ആചാരം ഒന്നിൽ ഒതുങ്ങൂല എന്നുള്ളതാണ്. അത് ഓരോ കാലഘട്ടത്തിൽ പുതിയ പുതിയ സ്വഭാവത്തിലും ഭാവത്തിലും രൂപത്തിലുമായി അതങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. ഓരോ നാട്ടിലും ഓരോ കോലത്തിലായിരിക്കും. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൂട്ടുപ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നെന്താണ് അവസ്ഥ? ഇന്ന് ആ കൂട്ടുപ്രാർത്ഥന കഴിഞ്ഞിട്ട് ചില പള്ളികളിൽ 2 സലാത്തും പിന്നെ 3 സലാത്താണ്.
ഇന്ന് ചില പള്ളികളിൽ 3 സലാത്ത് എല്ലിയിട്ട് വേറെന്തോ ഒരു ദ്വാം കൂടി അതിന്റെ അപ്പുറത്ത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും കൂട്ടി അങ്ങനെ കൊണ്ടുവരും. ഇത് ബിദഅത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇങ്ങനെ കൂട്ടുപ്രാർത്ഥന നടക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്ന ഒരു സുന്നത്ത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ അവിടുന്ന് മാറിയിരിക്കുകയാണ് ചെയ്തത്. അതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു കൂട്ടുപ്രാർത്ഥന അവിടുന്ന് നടത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ബിദഅത്ത് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവിടെ നിന്ന് നീങ്ങിപ്പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടുന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ ഇനിയും മയ്യത്തെടുത്തിട്ട് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോട്ടെ. അവിടെ എന്തൊക്കെയാണ്? എന്റെ ഒരു സുഹൃത്ത് ഡോക്ടറാണ്, അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു അകന്ന കുടുംബത്തിൽ ഒരു മരണം ഉണ്ടായപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയതാണ്. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം അവിടെ എത്തിയപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ ആളുകളൊക്കെ പള്ളിയിൽ കൂടിയിട്ടുണ്ട്. ഒരു 4-5 സഫ് ആളുകളുണ്ട്, കുറെ ആളുകളുണ്ട്. പക്ഷേ നിസ്കാരം തുടങ്ങുന്നത് എല്ലാവരും ഇങ്ങനെ സഫായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മയ്യത്ത് നിസ്കാരത്തിന്റെ സഫ് അങ്ങനെ ആയിരിക്കില്ല, അടുപ്പിച്ചാണല്ലോ നിൽക്കുക. സുജൂദില്ലല്ലോ. മയ്യത്ത് നിസ്കാരത്തിന് സുജൂദ് ചെയ്ത ആളുകളൊക്കെ വേറെ ഉണ്ട്, അത് വേറെ കഥ. അങ്ങനെ അടുപ്പിച്ച് നിൽക്കാൻ. അപ്പൊ ഇയാളിങ്ങനെ പോയിട്ട് ചോദിച്ചു, ഇതെന്താ നിസ്കാരം ഒന്നും തുടങ്ങുന്നില്ലേ? ആളുകളൊക്കെ എത്തിയല്ലോ, ആരും ഒതുകൊടുക്കുന്നൊന്നും ഇല്ലല്ലോ. പറഞ്ഞു, നിസ്കാരം തുടങ്ങാനായിട്ടില്ല, നമ്മുടെ തങ്ങളുപ്പാപ്പ വരാനുണ്ട്, അത് കഴിഞ്ഞിട്ടേ നിസ്കാരം തുടങ്ങാൻ പറ്റുള്ളൂ, മൂപ്പര് വന്നിട്ടേ നിസ്കാരം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഡോക്ടർ വിചാരിച്ച എത്രേ, ഇനി അദ്ദേഹം ഇമാം വന്നിട്ട് നിസ്കരിക്കുമായിരിക്കും, അതിനായിരിക്കും കാത്തുക്കുന്നുണ്ടാവുക. അങ്ങനെ ഇയാള് ആ തങ്ങളുപ്പാപ്പാനെയും കാത്തുന്നു. അങ്ങനെ കുറെ നേരം കാത്തുന്നപ്പോണ്ട് ഒരാള് വരുന്നു, കുപ്പായിട്ടിട്ടില്ല, തുണി മാത്രം, ഒരു ചെറിയ മുണ്ട് മാത്രം എടുത്തിട്ടുള്ളൂ. ഒരു മുണ്ട് മാത്രം എടുത്തിട്ട് ഒരു മനുഷ്യൻ ആ പള്ളിയിലേക്ക് ഇങ്ങോട്ട് വന്നു. പക്ഷെ ഈ മനുഷ്യൻ നേരെ പള്ളിയിലേക്ക് കയറിയപ്പോ എല്ലാവരും ഇയാളെ കൈപിടിക്കുക, മുത്ത, ഇയാളെ ബഹുമാനിക്കുക. അപ്പോഴാണ് ഇയാൾക്ക് ഡോക്ടർക്ക് മനസ്സിലായത്, ഇതാണ് പറഞ്ഞ തങ്ങൾ, ഇതാണ് നേരത്തെ പറഞ്ഞ തങ്ങൾ. അങ്ങനെ ആ തങ്ങള് വന്നു. അപ്പൊ ഇയാൾ വിചാരിച്ചു ആ തങ്ങളായിരിക്കും ഇമാമുക്ക, അതേ ഇമാമത്ത് നിസ്കരിക്കായിരിക്കും. മൂപ്പരെന്താ ചെയ്തറിയോ, നേരെ പോയിട്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു. എവിടെ? പള്ളിയുടെ മൂലയിൽ ഇരുന്നിട്ട് കൈയോടെ ഇങ്ങനെ കാണിച്ചു. അപ്പൊ നിസ്കരിക്കാൻ തുടങ്ങി. മൂപ്പര് നിസ്കരിക്കൂല, അങ്ങനെയാണല്ലോ പല ഔലിയാക്കളെ കുറിച്ചും പറയുന്നത്. അവരോട് നിസ്കരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിട്ട് കാണിക്കുന്ന. അപ്പൊ ഇവിടെ ഇങ്ങനെ സ്ക്രീൻ തെളിയും, അതില് മൂപ്പരുണ്ടാവും ആ കഅബയിൽ പോയിട്ട് അങ്ങനെ നിസ്കരിക്കണം. റിഫായി ഷേഖിന്റെ ഒരു കഥ പറയുന്നിടത്ത് മാലയിൽ, റിഫായി മാലയിൽ പറയുന്ന ഒരു സംഗതി ഉണ്ട്. അദ്ദേഹം മദീനത്ത് പോയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ വരവൊന്നും പതിവില്ല, ഞാൻ താങ്കളുടെ അടുത്ത് ഇങ്ങനെയല്ല വരല്, പിന്നെ എങ്ങനെയാ വരല്? സാധാരണ ഞാൻ കുറെ വട്ടം വരുത്തുണ്ട്, എങ്ങനെയാ വരല്? ഞാന് എന്റെ റൂഹിനെ അവിടെ നിന്ന് പറഞ്ഞേക്കലാണ്. റൂഹിനെ പറഞ്ഞയച്ച് ഇവിടെ വന്നിട്ട് സിയാറത്തൊക്കെ ചെയ്ത് ഇവിടുന്ന് 2-3 വാക്കൊക്കെ നിസ്കരിച്ചിട്ട് അങ്ങനെ വരലാണ്. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ റൂഹ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൂപ്പര് മയ്യത്താണ്, റൂഹ് പോയ മയ്യത്തല്ലേ. അപ്പൊ അത്രയും നേരം മൂപ്പര് മയ്യത്തായി കിടക്കുമായിരിക്കും. എന്നിട്ട് മൂപ്പര് പറയാൻ, ഞാനിപ്പോ ജസദോടുകൂടി വന്നിരിക്കുകയാണ്, ഇപ്പൊ റൂഹ് മാത്രല്ല ജസദും വന്നിട്ടുണ്ട്. അപ്പൊ ആ ജസദോടുകൂടി ഞാൻ വന്നിരിക്കുകയാണ്. അപ്പൊ താങ്കൾ എനിക്ക് എന്ത് ചെയ്യണം? സലാം തരണം. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് 2 കൈ അങ്ങോട്ട് പുറത്തേക്ക് വന്നു എന്നാണ്. എന്നിട്ട് റിഫായി ഷേഖിനെ മുസാഫഹത്ത് ചെയ്തു എന്നാണ്. ഇത് മാലയിലുള്ള ഒരു കഥയാണ്. ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ഭക്തിയോ ആദരവോടുകൂടി ഇത് പാടി പറയുന്ന ആളുകളുണ്ട്. ഇത് മാലയുടെ ഒരു സ്വഭാവമാണ്. അല്ലാഹ് ഏതായാലും റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. ഈ മനുഷ്യൻ നിസ്കരിക്കാതെ ആ പള്ളിയുടെ മൂലയിൽ ഇരുന്നിട്ട് അങ്ങേ കാണിച്ചു, എല്ലാവരും നിസ്കരിച്ചു. വിദേഹത്തിന്റെ പോക്കിന്റെ കോലാട്ടോ പറയുന്നത്. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് എടുത്തപ്പോ ആ ഖബറൊക്കെ കുഴിക്കൽ കഴിഞ്ഞു, മണ്ണൊക്കെ റെഡിയാക്കി സെറ്റാക്കി. എന്നിട്ട് ആ മയ്യത്ത് ആ ഖബറിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോ ആരൊന്നും ഉണ്ടെന്നില്ല. സാധാരണഗതിയിൽ തസ്ബീത്ത് അല്ലല്ലോ, റസൂലുള്ള പഠിപ്പിച്ചാതാണ്. ഒരു ഒട്ടകത്തെ അറുത്തിട്ട് ഒട്ടകത്തിന്റെ മാംസം വിതരണം ചെയ്യുന്ന അത്രയും സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ആ മയ്യത്തിന് ഇസ്ബാത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, തസ്ബീത്ത് ചൊല്ലണം. എന്താണ് ആ പ്രാർത്ഥന പ്രത്യേകിച്ച് പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിലും നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്ർ അൻ ജംബൈ. അല്ലാഹുവേ, മുൻകർ നക്കീർ അലൈഹിം സ്വലാത്തു വസ്സലാം ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് നീ എളുപ്പാക്കി കൊടുക്കണേ റബ്ബേ, അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. പുതിയ ജീവിതത്തിലേക്ക് പോവാണ്, ആ ഭയപ്പാടിൽ നീ മോചനം നൽകണേ റബ്ബേ എന്നെല്ലാം അല്ലാഹുവിനോട് നമുക്ക് ചെയ്യാം, പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയൊന്നും ആരും ചൊല്ലുന്നില്ല, ആരൊന്നും മിണ്ടുന്നില്ല, അങ്ങനെ അവിടെ നിൽക്കാണ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഇയാള് പള്ളിയിൽ നിന്ന് ആ മൂലയിൽ ഇങ്ങനെ ഇറങ്ങി വന്നു. എന്നിട്ട് അവിടെ എത്തിയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കുറച്ച് വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് ആ വെള്ളം ഒരു സൈഡിൽ ഒരു മണ്ണിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ആ മണ്ണിങ്ങനെ കുഴച്ചിട്ട് ഉണ്ടയാക്കി. എന്നിട്ട് ആ ഒരു ഉണ്ട ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് അദ്ദേഹം ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്നുള്ളൊരു സൂറത്ത് അങ്ങോട്ട് ഓതി. എന്നിട്ട് അതിലേക്ക് 3 തുപ്പ് തുപ്പി ഈ മണ്ണിലേക്ക്. എന്നിട്ട് ആ മണ്ണ് അതിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഈ പറയുന്ന മനുഷ്യന്മാര് മുഴുവൻ ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്നുള്ള ചിലപ്പോൾ ആ മനുഷ്യനെ അതേ അറിയുണ്ടാവുള്ളൂ.
ഖുർആനിലെ സൂറത്തിൽ അതേ ആ മനുഷ്യനെ അറിയണ്ടാവുള്ളൂ. അതങ്ങോട്ട് ഊതി ഇതിലേക്ക് ഇട്ടു, ഖബറടക്കം കഴിഞ്ഞു, തസ്ബീഹിന്റെ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ഇതാണ് പറഞ്ഞത്, ഒരു ബിദ്അത്ത് വരുമ്പോൾ ഒരു സുന്നത്ത് അവിടെ സ്വാഭാവികമായി മരിക്കും. മരണരംഗത്ത് ഒരുപാട് ബിദ്അത്തുകൾ നടമാടുന്ന ഒരു സമയം. എന്നാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രബലമായ ഒരു സുന്നത്തുണ്ട്. എന്താണ് ആ സുന്നത്ത്? സ്ത്രീകൾ മയ്യിത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടുന്ന എത്ര ഹതഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലുള്ളത്. സാധാരണഗതി എത്രയോ സലഫി കുടുംബങ്ങളിൽ പോലും ഭൂരിപക്ഷം ഖുറാഫികൾ ചുറ്റിലും താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആ സുന്നത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ മഹാഭാഗ്യം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കഴിയുമെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ചു, വസിയത്ത് എഴുതി വെച്ചോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ, എൻ്റെ സഹോദരിമാർ, അവരുടെ മയ്യിത്ത് നമസ്കാരം കഴിയാതെ എൻ്റെ മയ്യിത്ത് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തു പോകരുത് എന്ന് വസിയത്ത് എഴുതി വെച്ചോ. കാരണം എവിടെ വെച്ചാൽ മരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. എവിടെ വെച്ചാണ് മരിക്കുന്ന സമയത്ത് നമ്മുടെ വീട് എവിടെയാണ്, ആരൊക്കെയാണ് നമ്മുടെ മയ്യിത്ത് പരിപാലിക്കാൻ എത്തുന്നത്, ആരൊക്കെയാണ് നമ്മുടെ വീട്ടിലെപ്പോൾ ഉണ്ടാവുക, ഒന്നും പറയാൻ പറ്റൂല. ആ സമയത്ത് എത്തിപ്പെടുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് ആളുകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യയുടെയും നമ്മുടെ പെങ്ങന്മാരുടെയും നമ്മുടെ ഉമ്മയുടെയും മയ്യിത്ത് നമസ്കാരം നമ്മിൽ നിന്ന് നിഷേധിക്കാൻ വരെ ഈ ആളുകൾ തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അത് എത്ര വലിയ നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, എന്റെ മയ്യിത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഏറ്റവും കൂടുതൽ ഹൃദയം തകരുന്നത് ഒന്നെന്റെ ഉമ്മാന്റെതും ഒന്നെന്റെ ഭാര്യയുടേതുമാണ്. കാരണം എന്റെ മയ്യിത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ എന്റെ ഉമ്മാന്റെ മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ എന്താണ്? എന്നെ പ്രസവിച്ചതും, എന്നെ താലോലിച്ചതും, എന്നെ പാലൂട്ടിയതും, എനിക്ക് താരാട്ടുപാടിയതും, എന്റെ ശൈശവവും, എന്റെ ബാല്യവും, എന്റെ കൗമാരവും, എന്റെ കൊഞ്ചലുകളും, എന്റെ കളികളും, എന്റെ വളർച്ചയുടെ വിവിധമായ രംഗങ്ങളുമെല്ലാം ഉമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോ അറിയാതെ ആ കണ്ണുകൾ നിറയും, അറിയാതെ ആ ചുണ്ടുകൾ വിതുമ്പും, ആ കണ്ണുകളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകും. ആ നഷ്ടബോധത്തിൽ, ആ വിരഹ നൊമ്പരത്തിൽ ആ ഉമ്മയുടെ ഹൃദയം കേണ് കരഞ്ഞ് റബ്ബിനോട് പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻ. എന്റെ റബ്ബേ, പ്രിയപ്പെട്ട എന്റെ മോന് പുറത്തു കൊടുക്കണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ, വിശാലത നൽകണേ അല്ലാ, കുളിര് നൽകണേ അല്ലാ, പാപക്കറകളിൽ നിന്ന് കഴുകി വൃത്തിയാക്കണേ റബ്ബേ എന്ന് ഒരു ഉമ്മ ദുആ ചെയ്യും. ആ ഉമ്മയുടെ ദുആക്ക് ലോകത്തിന്റെ രക്ഷിതാവിന്റെ സവിധത്തിൽ വലിയ വിലയുണ്ട് കൂട്ടരെ, വലിയ വിലയുണ്ട്. അതുപോലെ തന്നെ എന്റെ ഭാര്യ എന്റെ മയ്യിത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക എന്താണ്? ജീവിതത്തിന്റെ തുടക്കത്തിലെ നാളുകൾ, ആരംഭഘട്ടത്തിലെ ദിവസങ്ങൾ, ആദ്യ രാത്രി, അതുപോലെ തന്നെ തന്റെ ഭാര്യയുമായി കഴിച്ചു കെട്ടിയ സുന്ദരമായ നിമിഷങ്ങൾ. അവൾ കരയുമ്പോ, തകരുമ്പോ സാന്ത്വനമായ ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന ആ ഓർമ്മകൾ, അവയെല്ലാം എന്റെ ഭാര്യയുടെ മനസ്സിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ടവരെ അവളുടെ ഹൃദയം പൊട്ടും, കണ്ണു നിറയും. ആ നിറഞ്ഞ കണ്ണുകളാൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് മാപ്പ് നൽകണേ റബ്ബേ എന്ന ആ ഭാര്യയുടെ പ്രാർത്ഥനയ്ക്ക് റബ്ബിന്റെ സവിധത്തിൽ വലിയ വിലയുണ്ട്. ആ വിലയാണ് പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയാണ് ചില ഖുറാഫാത്തുകൾ കൊണ്ട് ഇവിടെയുള്ള ആളുകൾ, പല ആളുകൾക്കും നിഷേധിക്കുന്നത്. അതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഉന്നതമായ ഇത്തരത്തിലുള്ള ചര്യകൾക്ക് പകരം ആരും കണ്ടിട്ടില്ലാത്ത 1-ാം നൂറ്റാണ്ടിലെയോ 2-ാം നൂറ്റാണ്ടിലെയോ 3-ാം നൂറ്റാണ്ടിലെയോ ഒരു താബിയോ സഹാബികളോ ഒന്നും കണ്ടിട്ടില്ലാത്ത പുത്തനാചാരങ്ങൾ ഇതിന്റെ പകരം കയറ്റിക്കൂട്ടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എത്രയോ ഉദാഹരണങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും. ഈ കുടിയൽ നാട്ടില്, കേരളത്തിൽ കുടിയൽ എന്ന് പറഞ്ഞാൽ പാല് കാച്ചൽ എന്നാണ് മുസ്ലിങ്ങളുടെ തന്നെ പറയാ. പാല് കാച്ച, എന്താണ് പാല് കാച്ചൽ? എവിടുന്നാണ് ഈ ആചാരം വന്നത്? പ്രിയപ്പെട്ടവരെ, പാല് പതപ്പിച്ചിട്ട് ആ പാലിന്റെ പതയും നൊരയും പുറത്തേക്ക് വരുമ്പോ വെണ്ണയും പാലും ഒന്നാണ്, ബ്രഹ്മവും സൃഷ്ടിയും ഒന്നാണ് എന്ന ഹൈന്ദവ സങ്കല്പത്തിൽ നിന്നാണ് ഈ കുന്ത്രാണം കയറി വന്നത്. ഇതില്ലാത്ത ഏത് മുസ്ലിം വീടാണുള്ളത്? പാല് കാച്ചാണ്ട് വീട്ടിൽ കയറാൻ പറ്റുമോ? ഇങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള അനാചാരങ്ങൾ മുഴുവനൊന്നും വിശദീകരിക്കാൻ 2, 3, 4 മണിക്കൂർ ഒന്നും സമയം മതിയാവില്ല. അത്രമാത്രം അനാചാരങ്ങൾ നമ്മുടെ ഉമ്മത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ അനാചാരങ്ങളിൽ ഏറ്റവും വലുതാണ്, മുഴച്ചു നിൽക്കുന്നതാണ് മാലമൗലിദുകളും റാത്തിബുകളും കുത്തുബിയത്തുകളും. ഇതൊരു തുടക്കമാണ്. മാലമൗലിദികളും റാത്തിബുകളും കുത്തുബിയത്തുകളും തുടക്കമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടിൽ അറിയാൻ സാധിച്ചു, ഈ അടുത്ത കാലത്താണ് കുത്തുറാത്തീബ് നടന്നത്. ആ കുത്തുറാത്തീബുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും വിഷയങ്ങളൊക്കെ ഉണ്ടായി. എന്താണ് കുത്തുറാത്തീബ്? അതൊരു ശുദ്ധ തട്ടിപ്പാണ് പ്രിയപ്പെട്ടവർ, വേറൊന്നുമല്ല. എന്നാ നമ്മുടെ കയ്യിൽ കത്തിയിട്ട് നമ്മൾ കുത്തി കൊടുക്കുക, അവര് സുഖപ്പെടുത്തട്ടെ, അത് തരുമോ? അങ്ങനെ കുത്തിയിട്ട് സുഖപ്പെടുന്നുണ്ടെങ്കിൽ കത്തി നമ്മുടെ കയ്യിൽ നമ്മൾ കുത്തി കൊടുക്കുക, അതിന് തയ്യാറാവും. ചിലപ്പോൾ അതിനും തയ്യാറായി വരും. അല്ലാഹു ആലം. പിന്നെ മരണമായിരിക്കും അവിടെ സംഭവിക്കുക. തനി ഷിയ ആചാരങ്ങൾ കടമെടുക്കുക.
ഈ ഷിയാക്കളും മുഹറം 9ഉം 10ഉം ചെയ്യലോ, വാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തല വെട്ടി, കഴുത്ത് വെട്ടി, പുറം വെട്ടി, മരണം വരെ സംഭവിക്കാറുണ്ട് അവർക്കിടയിൽ. ഈ ആചാരമല്ല ഈ ആചാരം. നിങ്ങളുടെ കരങ്ങൾ ഒരിക്കലും നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, സ്വന്തത്തെ ആക്രമിക്കുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ്? സ്വന്തം ശരീരം കീറി മുറിക്കുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ്? രക്തം കൊണ്ട് കളിക്കുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ്? പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിനേക്കാൾ വലിയ ഈമാൻ ഉണ്ടോ നിങ്ങൾക്ക്? ഉമ്മഹാത്തുൽ മുഅ്മിനീനേക്കാൾ വലിയ ഈമാൻ ഉണ്ടോ നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റിലും ഇരുന്നുകൊണ്ട് ദീൻ പഠിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബുകളേക്കാൾ ഈമാൻ ഉണ്ടോ നിങ്ങൾക്ക്? അവരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണം കാണിച്ചു തന്നു നമുക്ക് ജീവിതത്തിൽ. സ്വന്തം കൈയും അതുപോലെ തന്നെ വയറും അതുപോലെ തന്നെ നെഞ്ഞും കുത്തിക്കീറിക്കൊണ്ട് തന്റെ ഈമാൻ ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബുകളോ അല്ലാഹുവിന്റെ റസൂലോ താബിഈങ്ങളോ തബഅതാബിഈങ്ങളോ തയ്യാറായോ? പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ആചാരം കിട്ടിയത്? അതിന്റെ ഉറവിടം മറ്റെവിടെയുമല്ല, ശൈത്താനിൽ നിന്നാണ്, ഇബ്ലീസിൽ നിന്നാണ്, ശയാത്തീനിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ഉറവിടം കിട്ടിയത്. എന്താണ് സ്വന്തത്തെ ആക്രമിക്കുന്നതിന്റെ മാനം എന്താണ്? ഖൈബർ യുദ്ധത്തിൽ ഒരു മനുഷ്യൻ അങ്ങനെ ധീരമായി പോരാടിക്കൊണ്ടിരിക്കാൻ, അതിധീരമായ പോരാട്ടം. ആ പോരാട്ടം കണ്ടിട്ട് സഹാബികൾ റസൂലുള്ളാഹിയോട് വന്നിട്ട് പറഞ്ഞു, സഹാബികൾ പരസ്പരം പറഞ്ഞു, കണ്ടോ ഒരു സ്വർഗവാസികളിൽപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടോ? അവരെങ്ങനെ പരസ്പരം ചർച്ച ചെയ്തു. അവസാനം റസൂലുള്ളാഹിന്റെ അടുത്ത് അവരെത്തി. എന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, റസൂൽ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകുന്നൊരു മനുഷ്യനെ കാണണോ? സ്വർഗത്തിൽ പോകുന്നൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണോ? അപ്പൊ റസൂൽ ചോദിച്ചു, സ്വർഗത്തിൽ പോകുന്നൊരു മനുഷ്യനോ? എനിക്കറിയാത്തൊരു കാര്യം എങ്ങനെ നിങ്ങൾക്കറിയാം? ഏതായാലും കാണട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ നോക്കാൻ പോയി. എപ്പോഴുണ്ട് അയാൾ ഇങ്ങനെ ധീരമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗവാസിയല്ല, അദ്ദേഹം നരകവാസിയാണ്. ഹുവ മിൻ അഹ്ലി ജഹന്നം. സുബ്ഹാനല്ലാഹ്, അയാൾ നരകവാസിയാണ്. ഇത് കേട്ട ഒരു സഹാബി, ആ സഹാബി, റസൂൽ ഇങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? അദ്ദേഹത്തെ ഈ മനുഷ്യനെ ഫോളോ ചെയ്തു, ഈ മനുഷ്യന്റെ പിന്നാലെ കൂടി. ഈ മനുഷ്യൻ അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ശത്രുപക്ഷത്ത് നിന്ന് ഒരാൾ വന്നിട്ട് ഈ മനുഷ്യന്റെ കൈയിന്റെ വിരലുകൾ അങ്ങനെ തന്നെ മുറിച്ചു കളഞ്ഞു. 2 കൈയിന്റെ വിരലുകൾ അങ്ങനെ തന്നെ മുറിച്ചു കളഞ്ഞു. ഈ 2 കൈയും നോക്കിയിട്ട് ആ മനുഷ്യൻ ആർത്ത് കരഞ്ഞു. കാരണം അയാൾ യുദ്ധം ചെയ്തിരുന്നത് അയാൾക്ക് കീർത്തി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു, അയാൾ വലിയ ധീരനാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഈ 2 കൈയിന്റെ വിരലുകൾ നഷ്ടപ്പെട്ടു. ഇനി തനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന വസ്തുത അയാൾ മനസ്സിലാക്കിയപ്പോ ആ വേദന സഹിക്കാൻ കഴിയാതെ സ്വന്തം വാൾ അയാൾ നിലത്തേക്ക് കുത്തി. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കമിഴ്ന്നു വീണിട്ട് അയാൾ മരിച്ചു, ആത്മഹത്യ ചെയ്തു. ഈ സ്വഹാബി അത്ഭുതത്തോടെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ ഒരിക്കൽ സാക്ഷ്യം വഹിച്ചതല്ലേ, പിന്നെ രണ്ടാമത് എന്തിനാ വന്നിട്ട് പറയുന്നത്? നബിയെ, അങ്ങ് പറഞ്ഞൊരു വാക്ക്, അതിന്റെ അവസ്ഥ എന്താണ്, അതിന്റെ അവസാനം എന്താണ് എന്നറിയാൻ വേണ്ടി ഞാൻ ആ മനുഷ്യന്റെ പിന്നാലെ പോയി. ആ മനുഷ്യൻ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ അങ്ങനെയാണ്, ജീവിതത്തിന്റെ അവസാനം വരെ നന്മ ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് മരണവുമായി മുഖാമുഖം നിൽക്കുമ്പോൾ അവർ തിന്മ ചെയ്ത് കുഫറിലായിക്കൊണ്ട് മരിക്കും. ചില ആളുകൾ ജീവിതത്തിന്റെ അവസാനം വരെ തിന്മ ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് അവസാനം മരണത്തെ മുഖാമുഖം കാണുമ്പോൾ നന്മ ചെയ്തുകൊണ്ട് അവർ മരിക്കുകയും ചെയ്യും. സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നതിന്റെ ഇസ്ലാമിക മാനമാണ് പ്രിയപ്പെട്ടവർ ഇത്. സ്വന്തം നഫ്സിനോട് കടമയും കടപ്പാടുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖൈബർ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോ സഹാബികൾ ഭയങ്കര മുദ്രാവാക്യം വിളി. സഹാബികളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ഭയങ്കര തൊണ്ടപൊട്ടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മെല്ലെ അല്ലാഹു അക്ബർ പറഞ്ഞാൽ മതി, തൊണ്ട പൊട്ടിക്കണ്ട, സ്വന്തം ശരീരത്തോട് നിങ്ങൾക്ക് കടമയും കടപ്പാടുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അതായത് ഉറക്ക ഒച്ചയിട്ടിട്ട് സ്വന്തം തൊണ്ട പോലും വ്രണപ്പെടുത്താൻ പാടില്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് കത്തിയെടുത്തിട്ട് വയറിങ്ങോട്ട് കീറുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ല. ഇതിന് ഒരു തെളിവും വെല്ലുവിളിക്കാം, നമുക്ക് വെല്ലുവിളിക്കാം. അല്ലാഹുവിന്റെ റസൂലോ സഹാബത്തോ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രംഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചിട്ട് ഇസ്ലാമും ഈമാനും കാണിക്കാൻ അവർ തയ്യാറായോ? ഇല്ല. അതാണ് അതിന്റെ ആ ശൈത്താന്മാരുടെ ഒരു പാരമ്പര്യമാണ് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ കണ്ടത്, ആ കുത്റാത്തീവ്. പ്രിയപ്പെട്ടവരെ, അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മാല മൗലിദുകൾ, അതിലേറ്റവും വലിയ വിഷയം എന്താണ്, അതിലേറ്റവും വലിയ തിന്മ എന്താണ്? അത് പച്ചയായി അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു എന്നുള്ളതാണ്.
അള്ളാഹുവിൽ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ മഹത്തുക്കൾക്ക് നൽകുന്നു എന്നതാണ്. റബീഉൽ അവ്വൽ ആയാലാണല്ലോ മൗലിദിന്റെ മങ്കൂസ് മൗലിദിന്റെ പ്രധാന കാലഘട്ടം റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ ആയി കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ഡിസംബറിലൊക്കെ റബീഉൽ അവ്വൽ കഴിഞ്ഞ വർഷമാണെന്ന് എന്റെ ഓർമ്മ, കഴിഞ്ഞതിന്റെ വർഷമോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുന്നത്തെ വർഷമോ ഡിസംബറിലാണ് റബീഉൽ അവ്വൽ വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല പള്ളികളും ക്രിസ്ത്യാനി പള്ളികളും പല മുസ്ലിം പള്ളികളും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റൂല. രണ്ടും ചമയിച്ചിട്ടുണ്ടാവും, അലങ്കരിച്ചിട്ടുണ്ടാവും. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാള് സംഭവിക്കുകയില്ല. ജൂതനസാറാക്കളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുന്ന ഒരു കാലം വരാതെ അന്ത്യനാള് സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, പുൽക്കൂട്ടിലുള്ള ഉണ്ണിയേശുവിന് സമാനമായി കേരളത്തിന്റെയും കർണാടകയുടെയും പല ഭാഗങ്ങളിൽ ഒട്ടകപ്പുറത്ത് ചെറിയ കുട്ടികളെ ഇരുത്തിയിട്ട് നോക്കുന്നവർക്ക് ഉണ്ണി മുഹമ്മദിനെ തോന്നിപ്പിക്കുമാറുള്ള ഘോഷയാത്രകൾ നടന്നു കഴിഞ്ഞു നമ്മുടെ ഉമ്മത്തിനിടയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാലഘട്ടം നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആ മൗലിദ് പാരായണം പ്രധാനമായും നടക്കുക റബീഉൽ അവ്വലിലാണ്. വലിയ വലിയ ആഘോഷങ്ങൾ, വലിയ വലിയ തോരണം കെട്ടലും ബിരിയാണി വെക്കലും നെയ്ച്ചോറ് വെക്കലും ആഘോഷങ്ങളും പരിപാടികളുമായി പൊടിപൊടിക്കാണ് റബീഉൽ അവ്വൽ 12-ന്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഈ ആളുകളോട് പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മുജാഹിദുകളുടെ പള്ളിയിലേക്ക് വരണ്ട, സലഫികളുടെ പള്ളിയിലേക്ക് വരണ്ട, സലഫികളുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണ്ട, നിങ്ങൾ ഖുർആനും വായിക്കണ്ട, ഹദീസും വായിക്കണ്ട, ഒന്നും വായിക്കണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അറബി ഭാഷ അറിയുന്ന നിഷ്കളങ്കനായ നിഷ്പക്ഷനായ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു മനുഷ്യനെ വിളിച്ചിട്ട് നിങ്ങളുടെ പള്ളിയിലേക്ക് പോകുക. നിങ്ങളുടെ പള്ളിയിലേക്ക്, ഏത് പള്ളിയാണോ കാലങ്ങളായി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പള്ളികളിലേക്ക് പോകുക. എന്നിട്ട് ആ പള്ളിയിൽ ബിംബറിന്റെ ഒരു ഓരത്ത് അവിടെ ഒരു പുസ്തകം വെച്ചിട്ടുണ്ടാവും. സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ ഉസ്താദ് എടുത്ത് വായിക്കുന്ന പുസ്തകം. ആ പുസ്തകം എടുക്കുക. എന്നിട്ട് ഓരോ മാസത്തിലും ഓതേണ്ട പറയേണ്ട ഖുതുബകളുണ്ട്. റബീഉൽ അവ്വൽ മാസം എടുക്കുക. റബീഉൽ അവ്വൽ മാസം എടുത്തിട്ട് നിങ്ങൾ അവിടെ ഏത് ഖുതുബയാണ്, എന്ത് ഖുതുബയാണ് പറയുന്നത് എന്ന് അയാളോട് പറഞ്ഞു തരാൻ പറയുക. വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം റബീഉൽ അവ്വൽ മാസത്തിലെ 3 ആഴ്ചയും 4 ആഴ്ചയും അത് തന്നെയാണ് മിമ്പറുകളിൽ വെച്ച് പറയുന്നത്. എന്താണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മരണം സ്വഹാബികൾക്ക് 2 ദിവസമാണ് മറക്കാൻ പറ്റാത്ത ദിവസം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വരവാണ്. ആയിഷ റളിയല്ലാഹു അൻഹയും സൗദ റളിയല്ലാഹു അൻഹയും എല്ലാം ആദ്യമേ മദീനയിലേക്ക് എത്തി. മദീന പള്ളിയുടെ പണി പൂർത്തിയാക്കി. അവിടെ സൗദ റളിയല്ലാഹു അൻഹക്കും ആയിഷ റളിയല്ലാഹു അൻഹക്കും 2 വീടുകൾ ഉണ്ടാക്കി പള്ളിയോട് ചേർന്ന്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ വരവിന് വേണ്ടി കാത്തു കെട്ടിക്കിടക്കുക സഹാബത്ത് മുഴുവൻ. വലിയ പനക്ക് മുകളിൽ കയറി രാവിലെ മുതൽ ഉച്ചവരെ കാത്തിരുന്ന് ഉച്ചയാകുമ്പോൾ നിരാശയോടെ താഴേക്ക് ഇറങ്ങിയ സഹാബിമാരുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ജൂതൻ കോട്ടക്ക് മുകളിൽ നിന്ന് തന്റെ എന്തോ ജോലി ചെയ്യുന്ന സമയത്ത് ദൂരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസ്വ എന്ന ഒട്ടകത്തെ കാണുകയാണ്. കണ്ടപ്പോൾ ജൂതന് മനസ്സിലായി മുഹമ്മദ് വരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജൂതൻ അവിടെയുള്ള മുസ്ലിങ്ങളോട് കൊട്ടിഘോഷിച്ചു, ത്വലഅൽ ബദ്റു അലൈനാ മിൻ സുനീആത്തിൽ വദാ എന്ന ആ ബൈത്തിന്റെ ആ കവിതയുടെ ധ്വനികളുമായി മദീനയുടെ അതിർത്തിയിലേക്ക് കൂട്ടമായി മുസ്ലിങ്ങൾ സന്തോഷാരവങ്ങളോടെ പുറപ്പെട്ട ആ ദിവസം സഹാബത്തിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണ്. ഹൃദയത്തിന്റെ അകത്ത് ആനന്ദത്തിന്റെ മദ്ദളം കൊട്ടിയ ദിവസം, സന്തോഷം കൊണ്ട് കരഞ്ഞുപോയ ദിവസം, പുതിയ സ്വപ്നങ്ങൾ പൂവണിഞ്ഞ് വല്ലാത്തൊരു അനുഭൂതിയിൽ അവർ അലിഞ്ഞുപോയ ആ ദിവസം അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.